ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ പണം ബാങ്കിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടോ? അതിനെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിച്ചാലോ? അതെ, ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ലോകത്തേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ട്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ആദ്യം വരുന്നത് ഒരു വലിയ കൺഫ്യൂഷനാണ്, അല്ലേ? സ്റ്റോക്കിലിടണോ, സ്വർണം വാങ്ങണോ, അതോ ബാങ്കിൽ FD ഇട്ടാൽ മതിയോ? പിന്നെ കേൾക്കുന്നു മ്യൂച്വൽ ഫണ്ടുകൾ. അയ്യോ, ഇത്രയും ഓപ്ഷൻസ് ഉള്ളപ്പോൾ എവിടെ തുടങ്ങും? സ്വാഭാവികമായും വരുന്നൊരു സംശയമാണത്. ഓക്കെ, അപ്പോൾ ഈ കൺഫ്യൂഷൻ നമുക്ക് മാറ്റിയെടുക്കാം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഇൻവെസ്റ്റ്മെന്റിന്റെ പല വഴികൾ, പിന്നെ സേഫായിട്ടുള്ള FD, കുറച്ച് റിസ്ക് കൂടിയ സ്റ്റോക്കുകൾ, ഇതിനിടയിൽ വരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, പിന്നെ നിങ്ങൾക്ക് പറ്റിയ ഫണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം, അവസാനം കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളും. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളൊരു നിക്ഷേപത്തിന്റെ വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളായിരിക്കുമല്ലേ? ചിലർക്കൊരു വീട്, ചിലർക്ക് മക്കളുടെ പഠിപ്പ്, ചിലർക്ക് റിട്ടയർമെന്റ്. അപ്പോൾ എല്ലാവർക്കും ഒരേ ഒരു ഇൻവെസ്റ്റ്മെന്റ് ശരിയാവില്ല. നിങ്ങളുടെ പണത്തിന് ഏറ്റവും നല്ല വഴി ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു വലിയ പ്രശ്നമാണ്. പലരും അവരുടെ സാമ്പത്തിക ലക്ഷ്യം എന്താണെന്നോ അല്ലെങ്കിൽ എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നോ ചിന്തിക്കാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി പൈസയിടും. ഇത് പലപ്പോഴും നഷ്ടത്തിൽ കലാശിക്കും. ഈയൊരു ബുദ്ധിമുട്ട് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് നമ്മളിന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ശരി, അപ്പം നമുക്ക് ഏറ്റവും പരിചയമുള്ള, ഒരുപക്ഷെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു ഓപ്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അഥവാ FD. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വരുന്നത്. നിങ്ങളിങ്ങനെ ആലോചിച്ചു നോക്കൂ. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പണത്തിന്റെ ഒരു കാവൽക്കാരനെ പോലെയാണ്. അതിന് നഷ്ടപ്പെടാതെ നോക്കും. പക്ഷെ മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങളുടെ പണത്തിന് ജോലിക്ക് വിടുന്നത് പോലെയാണ്. അതിനെ വളർത്താൻ ശ്രമിക്കും. ഈയൊരു വ്യത്യാസം മനസ്സിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. ഈ വ്യത്യാസം അക്കങ്ങളിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകും. സാധാരണഗതിയിൽ FDയിൽ നിന്ന് കിട്ടുന്നത് ഒരു 4 മുതൽ 7% വരെ റിട്ടേണാണ്. എന്നാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യം നോക്കിയാൽ അത് ചരിത്രപരമായി 10 മുതൽ 15% വരെ പോയിട്ടുണ്ട്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം, അതായത് ഇൻഫ്ലേഷൻ, പലപ്പോഴും FDയുടെ പലിശയേക്കാൾ കൂടുതലായിരിക്കും. സിമ്പിളായി പറഞ്ഞാൽ, ബാങ്കിലിരിക്കുന്ന നിങ്ങളുടെ പണത്തിന് അടുത്ത വർഷം സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് കുറയും. ഓക്കെ, സേഫ് സോണിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി ഹൈ റിസ്ക് ഹൈ റിട്ടേൺ കളികളിലേക്ക് കടക്കാം. അതായത് ഷെയർ മാർക്കറ്റിൽ നേരിട്ടിറങ്ങി കളിക്കുന്നത്, ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നോക്കാം. ഒന്നാമത്തത് റിസ്ക്. നിങ്ങൾ 1-2 കമ്പനികളുടെ സ്റ്റോക്ക് വാങ്ങുമ്പോൾ നിങ്ങളുടെ മുഴുവൻ പണവും ആ കമ്പനികളുടെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും. അത് പൊട്ടിയാൽ പൈസ പോയി. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങളുടെ പണം ഒരുപാട് കമ്പനികളിലായി വിഭജിക്കും. അപ്പോൾ റിസ്ക് കുറയും. രണ്ടാമത്തെ കാര്യം അറിവ്. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലപോലെ പഠിക്കണം, കമ്പനിയെപ്പറ്റി റിസർച്ച് ചെയ്യണം. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് വേണ്ടി ഈ ജോലി ചെയ്യാൻ പ്രൊഫഷണൽ ഫണ്ട് മാനേജർമാരുണ്ട്. പിന്നെ ടാക്സിന്റെ കാര്യം. നിങ്ങളൊരു സ്റ്റോക്ക് ലാഭത്തിൽ വിൽക്കുമ്പോഴൊക്കെ ടാക്സ് കൊടുക്കണം. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയല്ല. ഫണ്ട് മാനേജർ ഉള്ളിൽ എത്ര സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താലും നിങ്ങൾ പണം പിൻവലിക്കുമ്പോൾ മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഇത് വലിയൊരു സൗകര്യമാണ്. അപ്പോൾ ഒരു വശത്ത് വലിയ റിസ്കില്ലാത്ത പക്ഷെ കാര്യമായ വളർച്ചയുമില്ലാത്ത FD, മറുവശത്ത് വലിയ വളർച്ചാ സാധ്യതയുള്ള പക്ഷെ അത്ര തന്നെ റിസ്ക്കുമുള്ള സ്റ്റോക്കുകൾ. ഇതിനു രണ്ടിനുമിടയിൽ ഒരു മധ്യവർത്തിയെപ്പോലെ ഒരു ബാലൻസ്ഡ് ഓപ്ഷനായിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകൾ വരുന്നത്. മ്യൂച്വൽ ഫണ്ടുകളുടെ പിന്നിലെ പ്രധാന ആശയം ഇതാണ്: മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. പേര് കേട്ട് പേടിക്കണ്ട, സംഭവം വളരെ സിമ്പിളാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന പഴഞ്ചൊല്ലുണ്ടല്ലോ, എല്ലാ മുട്ടുകളും ഒരേ കൊട്ടയിൽ വെക്കരുത് എന്ന്. അതുതന്നെ. നിങ്ങളുടെ പണം ഓഹരികൾ, ബോണ്ടുകൾ, സ്വർണം എന്നിങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് തിരിച്ചടി കിട്ടിയാലും ബാക്കിയുള്ളവ അതിനെ താങ്ങി നിർത്തിക്കോളും. ഇതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? 1. റിസ്ക് പലയിടത്തായി വിഭജിക്കുന്നു. 2. നമുക്ക് വേണ്ടി കാര്യങ്ങൾ നോക്കാൻ പ്രൊഫഷണലുകളുണ്ട്. 3. വെറും 500 രൂപ വെച്ച് പോലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം. 4. നമുക്ക് ആവശ്യമുള്ളപ്പോൾ പണം എളുപ്പത്തിൽ പിൻവലിക്കാൻ സാധിക്കും. കൂടാതെ ELSS പോലുള്ള ഫണ്ടുകളിൽ നികുതി ഇളവുകളും കിട്ടും. പിന്നെ എല്ലാ മാസവും ഒരു ചെറിയ തുക മാറ്റിവെക്കാൻ സഹായിക്കുന്ന SIP എന്നൊരു ഓപ്ഷനുമുണ്ട്. ഇനി സ്വർണവുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. സ്വർണം നമ്മൾ വാങ്ങിവെക്കുന്നു, വില കൂടുമ്പോൾ വിൽക്കുന്നു, അത്രയുള്ളൂ. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകൾക്ക് അതിശയിപ്പിക്കുന്ന ഒരു കഴിവുണ്ട്. അതാണ് കോമ്പൗണ്ടിംഗ്. അതായത് നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം വീണ്ടും അതേ ഫണ്ടിൽ തന്നെ നിക്ഷേപിക്കപ്പെടുന്നു. കാലം കഴിയുന്തോറും ഈ ലാഭത്തിനും ലാഭം കിട്ടിത്തുടങ്ങും. ഇതിനെയാണ് പലിശയ്ക്ക് പലിശ എന്ന് പറയുന്നത്. ഇത് ദീർഘകാലത്തിൽ വലിയൊരു സമ്പാദ്യമുണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ ശരി, മ്യൂച്വൽ ഫണ്ടുകൾ കൊള്ളാമെന്ന് നമുക്ക് മനസ്സിലായി.
പക്ഷെ അടുത്ത ചോദ്യം വരും, മാർക്കറ്റിൽ ആയിരക്കണക്കിന് ഫണ്ടുകളുണ്ട്. ഇതിലേതാണ് എനിക്ക് പറ്റിയത്? അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് 2 തരം ഫണ്ടുകളുണ്ടെന്ന് പറയാം. ഒന്ന് ആക്റ്റീവ് ഫണ്ടുകൾ. ഇവിടെ ഒരു ഫണ്ട് മാനേജർ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ഏറ്റവും നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് മാർക്കറ്റിനെ തോൽപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇതിന് കുറച്ച് ചാർജ് കൂടും. അതിനെയാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് പാസീവ് ഫണ്ടുകൾ. ഇത് സിമ്പിളാണ്. നിഫ്റ്റി 50 പോലെയുള്ള മാർക്കറ്റ് ഇൻഡെക്സ് എങ്ങനെ പോകുന്നുവോ അതിനെ വെറുതെ കോപ്പിയടിച്ച് പോവുകയുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ചെലവ് വളരെ വളരെ കുറവായിരിക്കും. ശരി, നമ്മളിപ്പോൾ FD, സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, അതിൽ പലതരം പ്ലാനുകൾ എല്ലാം ചർച്ച ചെയ്തു. അപ്പോൾ അവസാനത്തെ ചോദ്യം, ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലതേതാണ്? ഒരു കാര്യം ഓർക്കുക, എല്ലാവർക്കും ഒരേപോലെ ചേരുന്ന ഒരു മാജിക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ശരിയായ തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എത്രത്തോളം റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്, എത്ര കാലത്തേക്കാണ് പണം നിക്ഷേപിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഏറ്റവും മികച്ച ഓപ്ഷൻ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് പണം സുരക്ഷിതമായി വെക്കാനാണെങ്കിൽ ഒരു എമർജൻസി ഫണ്ടിന് വേണ്ടിയാണെങ്കിൽ FD നല്ലതാണ്. ഇനി നിങ്ങൾക്ക് മാർക്കറ്റിനെപ്പറ്റി നന്നായി പഠിക്കാനും റിസ്ക് എടുക്കാനും ധൈര്യമുണ്ടെങ്കിൽ സ്റ്റോക്കുകളിലേക്ക് പോകാം. എന്നാൽ ദീർഘകാലത്തേക്ക് നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ, റിസ്ക് കുറച്ച് കോമ്പൗണ്ടിങ്ങിന്റെ ഗുണം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ നിക്ഷേപകന് മ്യൂച്വൽ ഫണ്ടുകൾ ഒരു മികച്ച വഴിയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. അതുകൊണ്ട് ഏതൊരു സ്കീമിൽ ചേരുന്നതിനു മുൻപും അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കുക. ഈ കാണിച്ച കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഏതൊരു നിക്ഷേപ തീരുമാനമെടുക്കുന്നതിനു മുൻപും ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടുന്നത് എപ്പോഴും നല്ലതാണ്. നന്ദി.